മമ്മൂട്ടി സിനിമയാണ്. മമ്മൂട്ടി സിനിമയിലത്തെ പണിക്കാരാണ് മോഹൻലാൽ, നയൻതാര, അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ, അതുപോലെ കുഞ്ചാക്കോ. ഇവരൊക്കെ മമ്മൂട്ടിയുടെ പണിക്കാരനാണ്. ഇതൊരു മമ്മൂട്ടി ചിത്രമാണ്. എന്നാൽ ഒരു ഷോർട്ട് ഫിലിം പോലും എടുക്കാനില്ലാത്ത കണ്ടൻറ്റ്, എടുക്കാനില്ലാത്ത കണ്ടൻറ്റ് കൊണ്ടുവന്ന് നമ്മുടെ റബ്ബർ ബാൻഡ് പോലെ വലിച്ച് നീട്ടി 3 മണിക്കൂർ പ്രേക്ഷകരെ എടുത്ത് ഇരുത്തി ബോറടിപ്പിച്ച ഒരു സിനിമയാണ് പാട്രിയറ്റ്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് എടുത്തു പറയാനോ യാതൊരു മേൽമയും ഇല്ലാത്ത ഒരു കൂതറ പടം. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. സംവിധാനം അറിയാത്തവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ശരിക്കും പറഞ്ഞ വട്ടപൂജ്യമാണെന്നുള്ളത് മനസ്സിലായി. ഇതിലൊരു തിരക്കഥയില്ല, ഇതിലൊരു കഥയില്ല, ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ലാത്തൊരു സിനിമയാണിത്. മോഹൻലാലിന് കാലില്ലാത്തൊരു കഥാപാത്രം. അങ്ങനെ ഒരു കഥാപാത്രം മോഹൻലാൽ ഒരു പണിക്കാരനായിട്ട് വന്ന് ചെയ്യേണ്ട കാര്യമില്ല. മമ്മൂട്ടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ തീരെ വയ്യ. മമ്മൂട്ടിയുടെ ഫൈറ്റ് കാണുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം തോന്നിപ്പോവുക. അതുപോലെ തന്നെ മമ്മൂട്ടി ഡയലോഗ് പറയുമ്പോഴും നമ്മൾ ആ ശാരീരികഘടന നോക്കുമ്പോഴും ഒരുപാട് മമ്മൂട്ടി മാറിയിരിക്കുന്നു. പഴയ മമ്മൂട്ടിയേ അല്ല. പഴയ മമ്മൂട്ടിയുടെ ഒന്നും മമ്മൂട്ടിയുടെ ശരീരത്തിലില്ല. ശരീരത്തിലെ ബോഡി ലാംഗ്വേജ് മുഴുവൻ മമ്മൂട്ടിയുടെ മാറിയിരിക്കുന്നു. രോഗം മമ്മൂട്ടിനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അത് ഈ പടത്തിലറിയാം. രജനീകാന്ത് ഇത്രയും വയസ്സായി കിഡ്നി മാറ്റി വെച്ച് ഇതുപോലെയൊക്കെ അഭിനയിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ അതാണ്. പക്ഷേ ആ ഒരു സ്റ്റൈലും ഫൈറ്റിലോ അല്ലെങ്കിൽ ഡയലോഗിലോ മമ്മൂട്ടിക്ക് കിട്ടുന്നില്ല. മമ്മൂട്ടി ഞാൻ പറയാൻ ഇനിയുള്ള കാലം സിനിമ നിർത്തി കുട്ടികളെയും കളിപ്പിച്ച് വീട്ടിൽ റെസ്റ്റ് എടുക്കാൻ നല്ലത്. അതാ നിങ്ങൾക്ക് ഇനി കുറച്ച് കാലം കൂടി ജീവിച്ചിരിക്കുക. നിങ്ങളിനി ഈ സ്ട്രെയിൻ ചെയ്തിട്ട് ഇതുപോലെ സിനിമയിൽ അഭിനയിക്കുന്ന ഇതുപോലെയുള്ള ഫൈറ്റ് പടങ്ങളിലോ ഇതുപോലെയുള്ള പ്രശ്നങ്ങളിലോ അതുപോലെ ഈ സംവിധായകർ എന്തൊക്കെയാണ് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത്? നിങ്ങൾക്കത് ചെയ്യാനുള്ള ഇനി ഒരു ആവതോ വയസ്സോ ആയുസോ ഒന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സിനിമകളിൽ നിന്നും മാറി നിൽക്കുക. നമുക്ക് വല്ല അച്ഛൻ ക്യാരക്ടറൊക്കെ കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ഇരുന്ന് ഡയലോഗ് പറയാവുന്നുള്ള രീതിയിൽ, അല്ലാണ്ട് നിങ്ങളിനി ഉറക്കൊളയ്ക്കാനോ ഭക്ഷണത്തിൻ്റെ ക്രമങ്ങൾ തെറ്റി ഭക്ഷണം കഴിക്കാനോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യത്തിന് ഒരുപാട് ബാധിക്കും. ഇതല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. നമ്മൾ പറഞ്ഞ പാട്രിയറ്റിനെ കുറിച്ചാണ്. ഇത് മലയാളത്തിലിറങ്ങിയ ഏറ്റവും കൂതറ പടമാണ്. അത്ര മോശം പടമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു വസ്തു വരില്ല. അന്യഭാഷക്കാർ ഈ പടം കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കളിയാക്കി ചെറിക്കും. ഇതാണോ മലയാള സിനിമ? ഇതാണോ മൾട്ടി സ്റ്റാർ ചിത്രം എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കും. മലയാളികൾക്ക് തലയിൽ കൂടെ മുണ്ടിട്ട് നടക്കേണ്ട സ്ഥിതി വന്നിരിക്കുന്നു ഈ സിനിമ റിലീസ് ചെയ്തതോടുകൂടി. അതുകൊണ്ട് നിങ്ങൾ ഈ സിനിമ നിങ്ങളുടെ ഇഷ്ട നാലരയ്ക്ക്